ടിമോണും പുംബയും കഴുതപ്പുലികളെ കബളിപ്പിച്ച് ഒരു വശത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയം സിംബയും നളയും സ്കാറിന്റെ താവളത്തേക്ക് പോകുന്നു. സ്കാർ ഇതേ സമയം മുഫാസയുടെ ഭാര്യയായിരുന്ന സറാബിയെ ആക്രമിക്കുകയായിരുന്നു. ഇത് കണ്ട് സിംബ അങ്ങോട്ടേക്ക് വരുന്നു. സ്കാറിന്റെ ദുർഭരണം കഴിഞ്ഞെന്നും രാജ്യം വിട്ടു പോകണമെന്നും സിംബ പറയുന്നു. പക്ഷേ സ്കാർ അതിന് തയ്യാറാകുന്നില്ല. മുഫാസ മരിക്കാൻ കാരണം സിംബയാണെന്ന് സ്കാർ പറയുന്നു. സിംബ അത് സമ്മതിക്കുന്നു. താൻ കാരണമാണ് മുഫാസ മരിച്ചതെന്ന് സിംബ പറയുന്നു. സ്കാറിനും അതുതന്നെയായിരുന്നു വേണ്ടത്. അവൻ സിംബയെ പാറയുടെ അറ്റത്തേക്ക് പേടിപ്പിച്ച് കൊണ്ടുപോകുന്നു. മാനസികമായി തളർന്ന സിംബ താഴേക്ക് വീഴാൻ പോകുന്നു. പെട്ടെന്ന് ഇടിമിന്നലേറ്റ് ഒരു മരം കത്തുന്നു. താഴെ മുഴുവൻ തീ പിടിക്കുന്നു. സ്കാർ സിംബയുടെ അടുത്ത് വന്ന് താനാണ് മുഫാസയെ കൊന്നതെന്ന് പറയുന്നു. ഇത് കേട്ട സിംബ സ്കാറിന്റെ മുഖത്ത് കടിക്കുന്നു. അവൻ കയറി വരുന്നു. സ്കാറാണ് മുഫാസയെ കൊന്നതെന്ന് സിംബ പറയുന്നു. സ്കാർ കഴുതപ്പുലികളോട് ആക്രമിക്കാൻ പറയുന്നു. അവിടെ ഒരു യുദ്ധം തുടങ്ങുന്നു. സിംബയെ അവർക്ക് തൊടാനായില്ല. അവൻ എല്ലാവരെയും കടിച്ച് ദൂരെ എറിഞ്ഞു. ഇതിനിടയ്ക്ക് പുംബയും കാട്ടുമൂപ്പനും യുദ്ധത്തിൽ പങ്കുചേരുന്നു. ഇതിനിടയ്ക്ക് സ്കാർ രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷേ സിംബ അവനെ പിടിക്കുന്നു. സ്കാർ സിംബയോട് മാപ്പപേക്ഷിച്ച് തന്നെ കൊല്ലരുതെന്ന് പറയുന്നു. സിംബ സ്കാറിനോട് രാജ്യം വിട്ടു പോകൂ, പിന്നീട് തിരിച്ചു വരരുത് എന്ന് പറയുന്നു. പതിയെ മാറി നടന്ന ചതിയനായ സ്കാർ തീക്കനൽ തട്ടി സിംബയുടെ മുഖത്തെറിയുന്നു. പതറിപ്പോയ സിംബയെ സ്കാർ ആക്രമിക്കുന്നു. പക്ഷേ കരുത്തനായ സിംബയെ തോൽപ്പിക്കാൻ സ്കാറിന് ആയില്ല. സിംബ അവനെ താഴെ തീയിലേക്ക് തള്ളിയിടുന്നു. താഴെ വീണ രാജ്യം നഷ്ടപ്പെട്ട സ്കാറിനെ കഴുതപ്പുലികൾ കൂട്ടം കൂടി ആക്രമിച്ച് കൊന്നുകളയുന്നു. അങ്ങനെ സിംബ അവരുടെ പുതിയ രാജാവാകുന്നു. നല അവൻ്റെ രാജ്ഞിയും. പഴയ സമൃദ്ധിയുടെ കാലം ചതുപ്പിലേക്ക് തിരികെ വരുന്നു. കാട്ടുമൂപ്പൻ സിംബയുടെയും നളയുടെയും മകനെ പ്രജകൾക്കായി കാഴ്ചവെക്കുന്നു.